ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ ബിസ്മിയിൽ അല്ലാഹു അർ-റഹ്മാൻ എന്ന് ഇത്ര പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അർത്ഥം ബിസ്മിയുടെ അർത്ഥം അറിയുന്നവന് ഭൂമിയിൽ ഭീകരവാദിയാകാൻ പറ്റൂല എന്നാണ്. ബിസ്മിയുടെ അർത്ഥം അറിയുന്നവന് ഭൂമിയിൽ ഭീകരവാദിയാകാൻ പറ്റൂല. അതുകൊണ്ടാണ് ഭീകരതയ്ക്കെതിരെ മുതഅല്ലിമീങ്ങൾക്ക് സംഗമിക്കാനായത്. എല്ലാ മതക്കാരോടും സന്തോഷത്തോടെ ജീവിക്കാനും എന്നല്ല, അമുസ്ലിമായ സഹോദരന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, വെള്ളം കിട്ടിയില്ലെങ്കിൽ, മരുന്ന് കിട്ടിയില്ലെങ്കിൽ, ചികിത്സ കിട്ടിയില്ലെങ്കിൽ അവിടെ ഓടിച്ചെന്നത് കൊടുത്താൽ നിങ്ങൾക്ക് റഹീമിയത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്ന പരലോകത്ത് സ്വർഗം തരുമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഈ ഇസ്ലാമിനെ എങ്ങനെയാ മറക്കുക? മുമ്പ് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മറ്റു പല വാർഷിക പരിപാടികളിൽ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. അലിഫ് ലാം റാ. ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ സൂറത്തുകളുടെ തുടക്കത്തിൽ ചില അക്ഷരക്കൂട്ടുകൾ ഉണ്ടാകും. ചിലപ്പോൾ ഒരക്ഷരം ഖാഫ്, നൂൻ, സ്വാദ്, അങ്ങനെ. ചിലപ്പോൾ രണ്ടക്ഷരം യാസീൻ, ഹമീം. ചിലപ്പോൾ അത് മൂന്നക്ഷരായിരിക്കും. അലിഫ് ലാം മീം, അലിഫ് ലാം റാ. ഇവിടെ ഉള്ളത് പോലെ. എന്താണ് സത്യത്തിൽ ഈ കേവലാക്ഷരങ്ങളും അല്ലെങ്കിൽ അക്ഷരക്കൂട്ടുകളും? ഇതുകൊണ്ട് അള്ളാഹു എന്താ ഉദ്ദേശിക്കുന്നത്? ഇതും മുമ്പ് സൂറത്തു യാസീൻ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. കുറെ കാര്യങ്ങൾ സൗകര്യമുണ്ട്, മുമ്പ് കുറെ വിശദമായിട്ട് ചർച്ച ചെയ്ത, അതുകൊണ്ട് പറയേണ്ടതില്ല. എന്നാലും ഒരു മാന്യത പുലർത്തുക എന്ന നിലക്കും ഖുർആനോടുള്ള അദബ് കീപ്പ് ചെയ്യുക എന്നുള്ള നിലക്കും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാം. ബിസ്മിയെ പറ്റി പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അറബി ഭാഷയിൽ ഇതിന്റെ ഉദ്ദേശം ഇതാണ് എന്ന് പറയണമെങ്കിൽ അറബി ഭാഷയിലും മറ്റു ഭാഷകളിലും അതൊരു പദമായിരിക്കണം. അപ്പോഴേ അർത്ഥം പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് എല്ലാവർക്കും അറിയും. ഓറഞ്ച് അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താ തിരിച്ചു. നേരെ മറിച്ച് ഒരാള് ആപ്പിള് എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചു, അയാള് എ എന്ന ലെറ്റർ മാത്രം പറഞ്ഞു. എന്താപ്പത് പറയാ? എ എന്ന് മാത്രം പറഞ്ഞാൽ ആപ്പിളും തിരിയും. എ എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന എത്ര പദങ്ങളുണ്ട്. ഓ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് അത് ഓറഞ്ചാന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ അങ്ങാടിയിൽ പോകുമ്പം ഭാര്യ നിങ്ങളോട് വരുമ്പോഴേ കുറച്ച് സാധനം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഒരു ലിസ്റ്റ് തരുമ്പോ എന്താ കൊണ്ടുവരാനുള്ളത് എന്ന് പറ. അപ്പൊ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, തക്കാളി 1 കിലോ. അപ്പൊ നമ്മൾ എഴുതി ഒന്ന്, തക്കാളിക്ക് പകരം താന്ന് എഴുതിയിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു പച്ചമുളക് 250 വേണം, അല്ലെങ്കിൽ 300 വേണം. അപ്പൊ പ എന്ന് എഴുതി വെച്ചു. അങ്ങനെ എല്ലാം അക്ഷരങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ലെറ്ററുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ അങ്ങാടി ചെന്നിട്ട് ഈ ലിസ്റ്റ് എടുത്താൽ നമുക്ക് തിരി താവുന്ന കാരണം എന്താണ്? പ 500 എന്ന് പറഞ്ഞാൽ എന്താണ് അറിയും. നേരെ മറിച്ചത് കടക്കാരന്റെ കയ്യിൽ കൊടുത്താൽ പ എന്ന് കണ്ടാൽ അയാൾ പച്ചമുളക് തന്നെ അതിനർത്ഥം വെക്കണം എന്നുണ്ടോ? അയാൾക്ക് പയറൊന്നും വായിക്കാലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞവനെ തിരിയൂ, എന്താണ് ഈ അക്ഷരം കൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പൊ ഇത്തരം അക്ഷരക്കൂട്ടുകളുടെ അർത്ഥം ഈ ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി മുത്തുനബിയോട് അല്ലാഹ് പറഞ്ഞിട്ടില്ല. അത് ലോകത്തെ തൊട്ട് മറച്ചു വെക്കാൻ പറഞ്ഞ ഭാഗമാണ്. അത് ഖുർആന്റെ കോഡ് ഭാഗമാണ്. ആ കോഡ് ഭാഷകൾ അവിടെ നിന്നോട്ടെ, എന്റെ നിങ്ങളുടെ ഇടയിൽ ഒരു കോഡായിട്ട് തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞു അല്ലാഹു. അപ്പൊ അതുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ഇതിന് അർത്ഥം പറയുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ മാർഗം, സേഫ് റൂട്ട്, അതെന്താ? അല്ലാഹു അഅലം ബി മുറാദിഹി ബിദാലിക. ഈ അക്ഷരപ്രയോഗങ്ങൾ നടത്തിയ റബ്ബിനാണ് ഈ അക്ഷരങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശ്യം അറിയുക. അങ്ങനെ പറഞ്ഞാൽ മതി.
ഇനി മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതാണ് ഏറ്റവും സേഫായ മാർഗട്ടോ. ഇനി വേറൊരു മാർഗമുണ്ട്. എന്താ? ആ അക്ഷരങ്ങളെ കൊണ്ട് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുക. അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. ഉദാഹരണം അലിഫ് ലാം മീം ആദ്യം തന്നെ വരുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ ഇങ്ങനെ പറയാണ് അലിഫ് അല്ലാഹു ആണ്, ലാം ജിബ്രീലാണ്, മീം മുഹമ്മദുൽ അമീമാണ്. അപ്പൊ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്ക് ഇറക്കിയ ബൃഹത്തായ ഗ്രന്ഥമാണിത്. കുഴപ്പമില്ല, സംഗതി ശരിയാണ്. അള്ളാഹ് ഇറക്കിയതാണ്, ജിബ്രീൽ മുഖേനയാണ് ഇറക്കിയത്, മുഹമ്മദ് നബിക്ക ഇറക്കിയത്. പക്ഷെ അതാണ് അതിന്റെ ഉദ്ദേശം എന്ന് തറപ്പിച്ച് പറയാൻ പറ്റൂല. നിഗമനം മാത്രമാണ്. അപ്പൊ തെറ്റല്ലാത്ത നിഗമനങ്ങൾ അതും തെറ്റാകരുത്. ആശയം ശരിയാവും. തെറ്റല്ലാത്ത നിഗമനങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. അതിനാണ് തഅ്വീൽ എന്ന് പറയുക. പണ്ഡിതന്മാര് പറഞ്ഞു. അപ്പോ അതല്ല, നമ്മൾ തെരഞ്ഞെടുക്കുന്ന റൂട്ട് തീർത്തും സുരക്ഷിതമായ ആ റൂട്ടിലൂടെ പോവുകയാണ്. അലിഫ് ലാം റാ, അലിഫ് ലാം റാ, അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക. അത്ര മതി. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. സൂറത്ത് യൂസുഫിന്റെ തുടക്കാണ്. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. തീർച്ചയായിട്ടും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന 111 വചനങ്ങളാണല്ലോ ആകുള്ളത്. അതില് ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ് അലിഫ് ലാം റാ. അവിടെ ആയത്ത് പൂർത്തിയാകുന്നില്ല. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, വ്യക്തമായ യാതൊരു തരത്തിലുള്ള അവ്യക്തതയുമില്ലാത്ത സുവ്യക്തമായ ഗ്രന്ഥത്തിന്റെ ആരുറപ്പുള്ള വചനങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്ന 110 വചനങ്ങളും. കണ്ടോ? തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, സുവ്യക്ത ഗ്രന്ഥത്തിന്റെ ആരുറപ്പുള്ള വചനങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇനി ഇവിടെ പറയാൻ പോകുന്ന 110 ആയത്തുകള് വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ, അത് കിതാബും മുബീനാണ്. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു പറഞ്ഞ ഒരു പ്രയോഗമാണ് അത് ഖുർആനെ പറ്റി, കിതാബും മുബീൻ എന്ന്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? വ്യക്തത പൂർണ്ണമായ ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആനിൽ കൺഫ്യൂഷൻ വകുപ്പില്ല, ആശയക്കുഴപ്പമില്ല. വ്യക്തമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഈ മനുഷ്യന് തിരിയണമെന്ന് കരുതിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അലിഫ്ലാം മീം അലിഫ്ലാം റായ ഒന്നും വലിച്ചു കൊണ്ടുവരണ്ട. അത് തിരിയാൻ വേണ്ടി പറഞ്ഞതല്ല, അത് ഓതാൻ വേണ്ടി പറഞ്ഞതാ. അത് ഓതിയാ മതി. തിരിയാൻ വേണ്ടി പറഞ്ഞതൊന്നും തിരിയാത്തതില്ല. നിങ്ങൾ ചോദിച്ചോളൂ, ഇതല്ലാത്തത് ഏതും ചോദിച്ചോളൂ. എന്താണ് അതിന്റെ ഉദ്ദേശം? നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. പറഞ്ഞാൽ തിരിയും ചെയ്യും. തിരിയാത്ത ഒന്നുമില്ല. അതാണ് അൽ കിതാബിൽ മുബീൻ. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഇനി വരാൻ പോകുന്ന വചനങ്ങൾ സുവ്യക്തമായ വേദഗ്രന്ഥത്തിന്റെ ആരുറപ്പുള്ള വചനങ്ങളാണ്. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ.